ദിലീപ് 90കളിൽ ഇറങ്ങിയേറി 2000 മുതൽ 2010 വരെയുള്ള മലയാള സിനിമ ഭരിച്ചിരുന്ന ഒരാൾ. അക്കാലത്ത് ഇയാൾക്ക് മേലെ സൂപ്പർ സ്റ്റാറുകളും താഴെ പൃഥ്വിരാജും മറ്റു യുവതാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മിനിമം ഗ്യാരണ്ടി നടൻ അത് ഇദ്ദേഹമായിരുന്നു. ദിലീപിനെ ആളുകൾക്ക് ഇന്നും ഇഷ്ടമാണ്. അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഈ ചാനലിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ ചാനലിൽ ആദ്യമായി ഒരു വീഡിയോയ്ക്ക് 10 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് ഒരു ദിലീപ് വീഡിയോയിലൂടെയായിരുന്നു. ശേഷം ഒരൊറ്റ വീഡിയോയിലൂടെ 1000-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആദ്യമായി കിട്ടുന്നതും ഒരു ദിലീപ് വീഡിയോയിലൂടെയായിരുന്നു. ആഗതൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ലുക്കിനെ പറ്റി ഞാൻ ചെയ്തൊരു വീഡിയോയിലൂടെയാണ് എനിക്ക് ആദ്യമായി 10 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. മെഴിരണ്ടിലും എന്ന സിനിമയിൽ ദിലീപിന്റെ വരവോടുകൂടി അതുവരെ സ്ലോ പേസിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയുടെ മട്ടും ഭാവവും മാറി അടിപൊളിയായി എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്കായിരുന്നു എനിക്ക് ആദ്യമായി 1000 സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ഈ 2 വീഡിയോസും എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും ഇന്നും ദിലീപിന്റെ കണ്ടന്റുകൾ കാണാൻ ആളുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ 7-8 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സിനിമകൾ ഇവിടെ കാര്യമായി വിജയിക്കുന്നില്ല. എന്താവാം കാരണം? ഒറ്റയടിക്ക് നോക്കിയാൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളും പോലീസ് കേസുമാണ് അതിന് കാരണം. അതിനുശേഷമാണ് മൂപ്പരുടെ സിനിമകൾ ഇവിടെ വിജയിക്കാതെ പോയത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലീസ് കേസും വിവാദവും ഒക്കെയാണ് കാരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമാവേണ്ട ഒരു പടമായിരുന്നു രാമലീല. കാരണം 2017 അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നത്. എന്നാൽ ഫലത്തിൽ ആ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ കലാകാരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രിവിലേജാണത്. പേഴ്സണൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, അവരുടെ കലാസൃഷ്ടി നല്ലതാണെങ്കിൽ മലയാളി പ്രേക്ഷകർ അത് അംഗീകരിക്കും എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. എന്നാൽ രാമലീലയ്ക്ക് ശേഷം ഇതുവരെ അദ്ദേഹം 10ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ കോടതി സമക്ഷം ബാലൻ വക്കീലും വോയിസ് ഓഫ് സത്യനാഥനും ഒഴിച്ച് ബാക്കി 8ഓളം സിനിമകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ജയറാമിന്റെ സ്ലോട്ടിലേക്കായിരുന്നു ദിലീപ് കടന്നു വന്നത്. എന്നാൽ കാലങ്ങൾക്കിപ്പുറം ദിലീപിന്റെ സ്ലോട്ട് നിവിൻ പോളി എടുക്കുകയും ശേഷം നിവിൻ പോളിയുടെ കയ്യിൽ നിന്ന് ആ സ്ലോട്ട് ഇപ്പോൾ ബേസിൽ ജോസഫും നസ്ലിനും വീതിച്ചെടുത്തു. സോ ദിലീപ് കൈയടക്കി വെച്ചിരുന്ന ആ ഏരിയയിൽ ഇപ്പോൾ 2 തവണ തലമുറ കൈമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ദിലീപിനിപ്പോ 60-നടുത്ത് പ്രായമാവാറായി. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും ഉണ്ണി എന്ന് വിളിപ്പേരുള്ള കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ബോയ് നെക്സ്റ്റ് ഡോർ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാൽ പ്രേക്ഷകന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി എല്ലാത്തിനുമുപരി ദിലീപിന്റെ ഗോൾഡൻ പീരീഡിൽ അദ്ദേഹത്തിനൊപ്പം ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, ജഗതി ശ്രീകുമാർ പോലുള്ളവരടങ്ങിയ വലിയൊരു ഗ്യാങ്. എന്നാൽ ഇന്നതിൽ പലരും ജീവിച്ചിരിപ്പില്ല. ബാക്കിയുള്ളവർ സിനിമകളിൽ അധികം സജീവവുമല്ല എന്നുള്ളൊരവസ്ഥയും ദിലീപിനെ ലിമിറ്റ് ചെയ്യുന്നു. സോ ഇനി അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? തീർച്ചയായും. പുതിയ കാലത്തെ ടെക്നീഷ്യൻസുമായി ചേർന്ന് കാലത്തിനനുസരിച്ച് മാറിയ തന്റെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളുമായി വന്നാൽ അദ്ദേഹത്തിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്.